ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈക്കിലോട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കുനിയമ്പത്തൂർ സെന്റ് മാർക്സ് ചർച്ചിലെ അമ്പ് പെരുന്നാളിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ആദ്യം ഞങ്ങളുടെ വീട്ടിലേക്ക് അമ്പ് കൊണ്ടുവന്നു കഴിഞ്ഞു. പള്ളിയിൽ നിന്ന് പുറപ്പെടുന്ന സംഘമാണ് അമ്പ് കൊണ്ടുവന്നത്. ഇനി ഇവിടെ ബാൻഡ് ഉണ്ട്, നമുക്ക് ബാൻഡ് കാണാം. ഇതാണ് ബാൻഡ് സെറ്റ്. ബാൻഡ് സെറ്റ് പുറകിൽ വരും. ആ സമയത്ത് ഫ്രണ്ടിൽ അമ്പായിട്ട് അവർ ലീഡ് ചെയ്ത് പോവും. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് അമ്പ് വന്നത്. അപ്പം ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഞങ്ങളുടെ വീട് മേലെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുകളിലുള്ള ബാൽക്കണിയിൽ നിന്ന് നോക്കിയപ്പോഴാണ് ഞാൻ താഴെയുള്ള ഈ ബാൻഡ് കാണുന്നത്. അങ്ങനെ ബാൻഡ് മേളത്തിൻ്റെ അവസാനം എപ്പോഴും ബാൻഡ് മേളത്തിൻ്റെ പവർ അങ്ങ് കൂടി. അത് കഴിഞ്ഞ് അവസാനം ബാൻഡ് മേളം കഴിഞ്ഞിട്ട് അമ്പും കൊണ്ട് അടുത്ത വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അടുത്ത വീട്ടിലെത്തിയപ്പോഴാണ് അവിടെ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണുന്നത്. അവൻ അമ്പിൻ്റെ കൂടെ വന്നതാണ്. മാത്രല്ല എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ താമസിക്കുന്ന നെയ്ബേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട്. അപ്പൊ ഗൈസ്, ഇനി നമുക്ക് കാണാനുള്ളത് രാത്രി പള്ളിയിലുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയ LED ഡിസ്പ്ലേയിൽ പല മോഡലുകളിൽ ലൈറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. മാത്രമല്ല സ്പെഷ്യൽ വോട്ട് ഓഫ് ചാൻസ് ഒരു സൈഡത്തെ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല മുകളിലുള്ള ഡിസ്പ്ലേയിൽ പള്ളിയിൽ എപ്പോഴാണ് നൊവേന, കുർബാന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു സൈഡിൽ മൊത്തം ഡെക്കറേറ്റീവ് ഐറ്റം വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പർ സൈഡിലാണെങ്കിൽ ഫുള്ള് ലൈറ്റ് വെച്ചിട്ടും. മാത്രമല്ല ഇവിടെ ഒരു സൈഡിലൊരു മിഷൻ പോലത്തെ സാധനം ഉണ്ടായിരുന്നു. അതിനകത്തൊരു ഗ്യാസ് അവർ ഫില്ല് ചെയ്യും. വലിയ സിലിണ്ടറുകൾ കൊണ്ടുവന്നിട്ടാണ് അവർ ഫില്ല് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പാക്കറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന കട്ട് ചെയ്തിട്ടുള്ള കളർ പേപ്പറുകൾ അതിനകത്തേക്ക് ഇടും. അത് കഴിഞ്ഞിട്ട് അവർ മിഷൻ ഓൺ ചെയ്യുമ്പോൾ ഈ പേപ്പറുകളൊക്കെ മേലേക്ക് സ്പ്രേ ചെയ്ത് വിടും. ഇതാണ് പള്ളിക്കകത്തെ കാഴ്ച. പള്ളിക്കകത്തെ കാഴ്ചകൾക്ക് ശേഷം നമുക്കിനി കാണാനുള്ളത് പ്രദർശനത്തിൻ്റെ തുടക്കമാണ്. പള്ളിയിൽ നിന്ന് പ്രദർശനം പുറപ്പെടുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം
വികാരി ബിജോ പാലയാൾ അച്ഛനാണ്. പുള്ളിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തത്. ആൾട്ടർ ബോയ്സിനെ ആൾക്കാരെയും ഗ്രേഡ് കാറ്റഗറിസും പിള്ളേരെയും എങ്ങനെ ഓർഡറിൽ അറേഞ്ച് ചെയ്തതും അദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് കാരനാണ്. മാത്രമല്ല വേറെ പള്ളിയിലത്തെ അച്ഛന്മാരെയും വിളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കഴിഞ്ഞ വികാരിയായിട്ടുള്ള ഡെയ്സൺ അച്ഛനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ സ്വന്തം വികാരി അച്ഛൻ. അപ്പൊ പ്രദർശനം പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പള്ളി മൊത്തം ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല ഈ പ്രദർശനം പോയിക്കൊണ്ടിരിക്കുന്ന വഴി മൊത്തം അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രദർശനത്തിന്റെ കൂടെ പോകുമ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, വടിയിൽ മുഴുവൻ വാല ബൾബ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല കഴിഞ്ഞ ആഴ്ചയാണ് ഞങ്ങളിവിടെ കൊടിമരത്തിൽ കൊടി തൂക്കിയത്. സ്റ്റെപ്പായിട്ടാണ് ഞങ്ങൾ പെരുന്നാളിനായിട്ട് ഒരുങ്ങിയത്. മാത്രമല്ല ഓരോ സൈഡിലും ഗ്ലിറ്റർ പോലത്തെ പേപ്പേഴ്സ് വെച്ചിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വലിയ സ്ക്രീനിൽ LED വെച്ചിട്ട് പല പല ഇമേജുകൾ ഫോം ചെയ്ത് കാണിക്കുകയാണ്. ഇവിടെ സൈഡിൽ പന്തൽ പോലെയൊക്കെ കെട്ടിയിട്ട് അതിനകത്ത് സെബസ്ത്യാനോസ് പുണ്യാളന്റെയും മാതാവിന്റെയും രൂപം വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ സൈഡിലായിട്ടൊരു മരം കാണാൻ പറ്റും. പള്ളിയുടെ ഇപ്പുറത്തെ സൈഡിൽ അവിടെയുള്ള തെങ്ങുകളല്ല, ആ മരത്തിൻ്റെ അപ്പുറത്തായിട്ട് ചെറിയ പറമ്പ് പോലത്തെ സ്ഥലമുണ്ട്. അവിടെ ആയിരുന്നു ഒരു ഇഷ്ടം പോലെ പടക്കങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രാത്രി ആകുമ്പോൾ പൊട്ടിക്കുന്നതായിരിക്കും. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ബാൻഡ് സെറ്റ് ഒരുങ്ങി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രദർശനം പോയിട്ട് തിരിച്ചു വരുന്ന സമയമാണ്. അങ്ങനെ പ്രദർശനം തിരിച്ചു വരുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറേ ഗ്ലിറ്റർ പേപ്പർ വീഴുന്ന കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ സിലിണ്ടർ വെച്ച് വർക്ക് ചെയ്യുന്ന മെഷീൻ ഉപയോഗിച്ചാണ് അവർ ആ ഡെക്കറേഷൻ ഉണ്ടാക്കിയത്. മാത്രമല്ല ഈ പള്ളിയിൽ വെച്ച് എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെയും കാണാൻ കഴിഞ്ഞു.
അവർ ഡ്രോൺ പറത്തി ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇത് മാർക്കോസ് പുണ്യാളൻ്റെ പള്ളി ആയതുകൊണ്ട് തന്നെ പെരുന്നാൾ പ്രമാണിച്ച് അവർ മാർക്കോസ് പുണ്യാളിന് വേണ്ടിയിട്ട് ഒരു പാട്ട് ഉണ്ടാക്കിയിട്ട് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ കൊയർ അറേഞ്ച് ചെയ്തൊരു പാട്ടായിരുന്നു അത്. പള്ളിക്കകത്തും ഒരു ഡെക്കറേഷൻ ഗ്രൂപ്പ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് മൊത്തം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പള്ളിക്കകത്ത് കുറച്ച് ആൾക്കാരുള്ളൂ. പ്രദർശനം പള്ളിക്കകത്ത് കയറുന്ന സമയത്ത് ഇവിടെ ധാരാളം ആൾക്കാർ വരുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുർബാനയുടെ പൂർത്തീകരണം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് പെരുന്നാളുടെ ആഘോഷങ്ങൾ തുടങ്ങുന്നത്. ഇനി നമുക്ക് കാണുന്നത് ഫയർ വർക്ക്സ് ആണ്. ഫയർ വർക്കിന് കാര്യങ്ങളിലേക്ക് കിടക്കാം.